ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കമൻ്റ് എഴുതുന്നത് കണ്ടു. ഇങ്ങനെ സായിപ്പുമാർ ചെയ്യാൻ മടിക്കുന്ന ജോലിയാണ് യു കെയിലെ ആൾക്കാർ വന്ന് ചെയ്യുന്നതെന്നൊക്കെ. എന്നാൽ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ പേയ്മെൻറ്റും ഇവിടെ കിട്ടുന്നുണ്ട്, അതിനെക്കാട്ടിൽ ഡിഗ്നിറ്റിയും ഇവിടെ കിട്ടുന്നുണ്ട്. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് റോയൽ മെയിലിലേക്ക് അപ്ലൈ ചെയ്തായിരുന്നു. അപ്പോൾ അപ്ലൈ ചെയ്ത് കിട്ടിയവർക്കൊക്കെ കൺഗ്രാറ്റ്സ്. പിന്നെ അതുപോലെ തന്നെ ധാരാളം ആൾക്കാർ ID ചെക്സിന് വേണ്ടി ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ചിലർക്ക് DBSന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് ആൾക്കാർക്കൊക്കെ ID ചെക്സിൻ്റെ ചെറിയ ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. അതായത് അഡ്രസ് പ്രൂഫ് ഇല്ലാത്തത് കൊണ്ട് ചിലർക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻസുകൾ അവർ അക്സെപ്റ്റബിൾ അല്ല. അവർക്ക് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് ഇന്ന ഡോക്യുമെൻസേ പറ്റത്തുള്ളൂ. അതായത് ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുമ്പോൾ ഓൺലൈൻ ഡോക്യുമെൻറ്റ്സ് കൊടുക്കാതെ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജസ്റ്റ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് അഡ്രസ് പ്രൂഫ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒന്നുകിൽ ഒരു പ്രൊവിഷണൽ ലൈസൻസിന് അപ്ലൈ ചെയ്യുക. പ്രൊവിഷണൽ ലൈസൻസിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ്. നിങ്ങൾക്ക് എപ്പോഴേലും ലൈസൻസ് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. രണ്ടാമത് നിങ്ങൾക്ക് ഒരു അഡ്രസ് പ്രൂഫ് കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു പ്രൊവിഷണൽ ലൈസൻസ് എടുത്ത് വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് നമ്മുടെ വാട്ടർ ഇലക്ട്രിസിറ്റിയിൽ നമ്മുടെ പേര് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയൊക്കെ നമുക്ക് അഡ്രസ് പ്രൂഫ് ലഭിക്കാനായിട്ട് വളരെ ഈസിയാണ്. അപ്പം അഡ്രസ് പ്രൂഫിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാതെ ആദ്യം ജോബിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ അഡ്രസ് പ്രൂഫ് റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം ജോബിന് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ അവരൊരിക്കലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ല. നമുക്കൊരു മെയിൽ വന്നു, നിങ്ങൾ ഇന്ന് തന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോബ് കിട്ടും. അല്ലെങ്കിൽ കാരണം ധാരാളം ആൾക്കാർ വെയിറ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ ആരാണോ ആദ്യം അയച്ചു കൊടുക്കുന്നത് അവരെ ഇൻഡക്ഷന് വേണ്ടി വിളിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ചിലപ്പം 10 വേക്കൻസി അല്ലെങ്കിൽ 5 വേക്കൻസി ഒക്കെ ആയിരിക്കും കാണുന്നത്. അപ്പം ആദ്യം ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുന്നവരെയാണ് അവർ ഇൻഡക്ഷന് വേണ്ടി വിളിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക, ഡിലേ ആക്കാതിരിക്കുക. എത്രയും പെട്ടെന്ന് തന്നെ അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം മാക്സിമം ജോലിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഡിലേ ഇല്ലാതെ നമുക്ക് ജോബിന് കയറാൻ പറ്റും. അപ്പോൾ അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. പിന്നെ സാലറിയുടെ കാര്യം പറഞ്ഞല്ലോ. ഓൾറെഡി നമുക്ക് 17.8 പൗണ്ട് ഉണ്ട്. മീൻസ് സ്റ്റാർട്ടിങ് കയറുന്നവർക്ക്. സ്റ്റാർട്ടിങ് 17.5 ആണ് നൈറ്റൊക്കെ ചെയ്യുന്നവർക്ക്. പിന്നെ അതുപോലെ തന്നെ 17.88 ആഫ്റ്റർ 3 months കിട്ടും. പിന്നെ 1 year കഴിയുമ്പം അറൗണ്ട് 20 പൗണ്ടാണ് സാലറി കിട്ടുന്നത്. പിന്നെ സൺഡേ ചെയ്ത് കഴിഞ്ഞാൽ 25 പൗണ്ട് സാലറിയാണ് കിട്ടുന്നത്. പെർ അവറാണ് കിട്ടുന്നത്. അപ്പോൾ നല്ല പേയ്മെൻ്റ് ആണ്. സാധാരണ എവിടെയും കയറുന്നതിനെക്കാട്ടിൽ ബെറ്റർ പേയ്മെൻ്റ് ആണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് ആരും ചാൻസ് വെറുതെ കളയരുത്. യു കെയിലുള്ളവർ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നുള്ളത് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കമൻ്റ് എഴുതുന്നത് കണ്ടു. ഇങ്ങനെ സായിപ്പുമാർ ചെയ്യാൻ മടിക്കുന്ന ജോലിയാണ് യു കെയിലെ ആൾക്കാർ വന്ന് ചെയ്യുന്നതെന്നൊക്കെ. അങ്ങനെ ഒന്നുമല്ല കേട്ടോ. നല്ല പ്രൊഫൈലുള്ള ജോലി തന്നെയാണ് വെയർഹൗസിലെ ജോലി എന്ന് പറയുന്നത്. ആരും അതിനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഞാൻ 13 വർഷം മിഡിൽ ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്ത ആളാണ്. എന്നാൽ എനിക്ക് അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ പേയ്മെൻറ്റും ഇവിടെ കിട്ടുന്നുണ്ട്, അതിനെക്കാട്ടിൽ ഡിഗ്നിറ്റിയും ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മളെ ചൊറിയാനായിട്ട് ആരും വരാറില്ല ഇവിടെ. അതുപോലെ തന്നെ നമ്മൾ എന്ത് ജോലിയാണോ ചെയ്യുന്നത് നമ്മൾ മിഡിൽ ഈസ്റ്റിൽ ഒരു വൈറ്റ് കോളർ ജോലി ചെയ്യുന്നതിനെക്കാട്ടിൽ മാന്യതയാണ് ഇവിടെ ഒരു ബ്ലൂ കോളർ ജോബ് ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. ഞാൻ MCOM വരെ പഠിച്ചു. പക്ഷേ എനിക്ക് MCOM പഠിച്ചതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എനിക്ക് മിഡിൽ ഈസ്റ്റിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ ഞാൻ UK വന്നതിന് ശേഷം ഇവിടെ വെയർഹൗസിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നില്ല ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റിന് മിഡിൽ ഈസ്റ്റിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ കൊടുക്കുന്ന വിലയുടെ 100 ഇരട്ടിയാണ് നമുക്ക് UK ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. നമ്മളതുകൊണ്ട് ആരും ഈ ജോലിയെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ഇവിടെ ഞാൻ അക്കൗണ്ട്സിൽ ജോലിക്ക് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് തരാമെന്ന് പറഞ്ഞ സാലറി എന്ന് പറയുന്നത് 12 പൗണ്ടായിരുന്നു മാക്സിമം. എന്നാൽ എനിക്കിപ്പോൾ കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞാൽ 20 പൗണ്ടാണ് പെർ അവർ കിട്ടുന്നത്. അതുകൊണ്ട് ഈ ജോലി അങ്ങനെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ജോലിയില്ലാതെ ഇപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. സായിപ്പ് ചെയ്യാത്ത പണിയൊന്നുമല്ല ഈ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് എല്ലാവർക്കും ചെയ്യാവുന്ന ജോലിയാണ്. അവരും
നമ്മളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആരും ഈ ജോലിയെ കുറച്ച് കാണേണ്ട ആവശ്യമില്ല. 3-4 പേരൊക്കെ കമൻറ്റ് ഇടുന്നത് കണ്ടു. ഇവരുടെ നാട്ടിൽ സായിപ്പുമാർ ചെയ്യാത്ത ജോലിയാണ് നമ്മുടെ നാട്ടിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അടിമപ്പണി ചെയ്യിക്കുന്നതെന്നൊക്കെ. അതുകൊണ്ട് ചിലരുടെ നടു ഒടിഞ്ഞു പോയി, ചിലരുടെ നടു ഒടിയാത്തവരുണ്ട്. പക്ഷേ എൻ്റെ നടു ഇതിലായിട്ട് ഒടിഞ്ഞിട്ടില്ല. ഈ ജോലി ചെയ്തിട്ട് ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഈ ജോലി ചെയ്തിട്ട് ആരെങ്കിലും അപ്ലൈ ചെയ്ത എൻ്റെ കൂടെ മീൻസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് ധാരാളം പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പിയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആരെങ്കിലും ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. പിന്നെ എന്താ പറയുക, കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനൊരു വേറൊരു അന്തസ്സില്ലേ. നമുക്കിപ്പോൾ എന്ത് ജോലി ചെയ്താൽ എന്താണ്, നല്ലതായി ജോലി ചെയ്യുക, നല്ലതായിട്ട് കഷ്ടപ്പെടുക, നല്ല രീതിയിൽ ജീവിക്കുക, ദാറ്റ്സ് ഇറ്റ് അല്ലേ. അതിനല്ലേ നമ്മൾ വേറൊരു രാജ്യത്ത് വന്നിരിക്കുന്നത്. അതിനകത്തിൽ നാണക്കേടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ജോലി ചെയ്യുക, കഷ്ടപ്പെടുക, അന്തസ്സായിട്ട് ജീവിക്കുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.